ആ ഭഗവാൻ വെട്ടിവിയർത്ത് നിൽക്കുന്ന ആ കാഴ്ചയിൽ ഭഗവാന്റെ കൂടെ എത്തിയ എസ് കെ വാര്യരെന്ന ഭഗവാൻ വിളിക്കുന്ന എസ് കെ വൈദ്യരെന്ന ആ വൈദ്യനോട് അല്പം മരുന്ന് വേണമെന്ന് പറയുകയും ഭഗവാന്റെ കൈകൾ പിടിച്ച് നാടി പിടിച്ചുകൊണ്ട് ഭഗവാന് മരുന്ന് നൽകിക്കൊണ്ട് ആ മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇവിടുന്ന് യാത്ര ആകുന്നത്. അപ്പോൾ ഭഗവാൻ നേരത്തെ കരുതിക്കൂട്ടി തന്നെയാണ് ഈ ഭൂമിയിലെത്തിയിട്ടുള്ളത്. ഭഗവാന്റെ പേരിലുള്ള ഈ ഭൂമിയിൽ ഭഗവാന്റെ പ്രാണനും ഭഗവാന്റെ തേജസ്സും മോജസ്സുമെല്ലാം ഈ ക്ഷേത്ര പ്രതിഷ്ഠയിൽ ആവാഹിച്ചു വെച്ചുകൊണ്ടാണ് ഭഗവാൻ ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുള്ളത്. അന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുത്തെ ആളുകളോട് ഭഗവാൻ ചോദിച്ചു, നമുക്ക് ഉത്സവം വേണ്ടേ എന്ന്. ജൂൺ 25-ാം തീയതി പ്രതിഷ്ഠ നടത്തിയെങ്കിലും ഫെബ്രുവരി മാസം നടക്കുന്ന കുംഭഭരണി മഹോത്സവം നമ്മൾ ആഘോഷിക്കുവാൻ ഭഗവാന്റെ നിശ്ചയപ്രകാരം അത് നടത്തുവാൻ ഇവിടെയുള്ള അന്നത്തെ പൂർവികരായിട്ടുള്ള ആളുകൾ തീരുമാനിക്കുകയും ആ ഭഗവാൻ പറഞ്ഞതുപോലെ കാവടി അഭിഷേകത്തോടു കൂടിയാണ് ഇവിടുത്തെ കുംഭഭരണി മഹോത്സവം അവസാനിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരെയും ഈ മാസം ഫെബ്രുവരി 19-ാം തീയതി തുടങ്ങി 23-ാം തീയതി അവസാനിക്കുന്ന ഈ മഹോത്സവത്തിലേക്ക് എല്ലാ ശ്രീനാരായണീയരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ 99-ാമത് മഹോത്സവം ആശംസകളും നേരുന്നു. അതോടൊപ്പം നിങ്ങളോട് പറയുവാനുള്ളത്, അടുത്ത വർഷം ഈ ക്ഷേത്രത്തിൻ്റെ 100 വർഷം ശതാബ്ദിയിലോട്ട് കടക്കുകയാണ്. അത് നമ്മൾ പ്രൗഢഗംഭീരമായി നടത്തുവാനാണ് ക്ഷേത്രം പ്രസിഡൻ്റായിട്ടുള്ള PV ബിനീഷ് പ്ലാത്താനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുകയും റിജു കെ ശശി വൈസ് പ്രസിഡൻ്റായി തുടരുകയും അതുപോലെ തന്നെ സെക്രട്ടറിയായി KV പ്രസന്നനും ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള TP സുഗുലാൽ, സന്തോഷ്, അതുപോലെ ഖജാഞ്ചിയായിട്ട് NN ഭവനൻ എന്നിവർക്കെല്ലാവർക്കും ഈ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ കിട്ടിയ ഒരു വലിയ മഹാഭാഗ്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ 100-ാം വർഷത്തിൽ ഇങ്ങനെ ഈ ഭരണസമിതി ഇരിക്കുവാനും ഈ മണ്ണിൽ നിൽക്കുവാനും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നതും. ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാക്കി, ഒരു വലിയ പുണ്യ തീർത്ഥമാക്കി മാറ്റുവാൻ, ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുവാൻ, ഒരു ആത്മീയ കേന്ദ്രമാക്കി മാറ്റുവാൻ ഞങ്ങൾ ഭരണസമിതി ആലോചിച്ചിരിക്കുന്നത് ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജിയെ കൊണ്ട് ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാനും അതുപോലെ തന്നെ ഈ ക്ഷേത്രം വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിക്കുവാനുമാണ് ക്ഷേത്രം പ്രസിഡന്റ് PV ബിനീഷ് പ്ലാത്താനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉത്സവ ആശംസകൾ നേരുന്നു. എല്ലാ ദിവസവും മഹാപ്രസാദ ഊട്ട് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്നു. ഈ ക്ഷേത്രം ഈ നാനാഭാഗത്തുമുള്ള ആളുകൾക്ക് ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശാഖകളിൽ ഉള്ള 6 ശാഖകളിലും വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും നിത്യേന അവർക്കുള്ള പ്രസാദങ്ങൾ ഇവിടെ നൽകുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ 99-ാമത് മഹോത്സവം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഗുരുദേവൻ.